ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. മമ്മയുടെ ഫോണിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഫോണൊക്കെ കിട്ടിയില്ലേ പുതിയ, സോ അതിനകത്തൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ലോങ് വീഡിയോ. സോ ഇത് എൻ്റെ ഈ ഫോണിലെടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന്. ഇരുന്ന് പറയാം നമുക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ സന്തോഷമാണ്. പിന്നെ എനിക്ക് വിഷമമുണ്ട്, കാരണം പൈസ ഇല്ലാത്ത ഈ സമയത്ത് മമ്മ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങി തരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും ഫിനാൻഷ്യലി കുറച്ചൊരു ഡൗൺ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യമായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേസ്. ഞാൻ ഇന്നലെ ഒരു കരച്ചിലായിരുന്നത് ആ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ സന്തോഷം. താങ്ക് യു ഫോർ എല്ലാവർക്കും എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് കുറേ പേര്. ഞാൻ എത്ര നേരം ഇപ്പോൾ രാവിലെ ഉണ്ട്, ഞാൻ എത്ര നേരം വിഷ് ചെയ്തവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോഴും വിഷൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ പല്ല് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി പോയി പല്ല് കഴിക്കണം, ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഗൈസ്. വീട്ടിലാരുമില്ല, എല്ലാവരും എവിടേക്കൊക്കെ പോയാണ്. കുഞ്ഞാറ്റ അമ്മച്ചൊക്കെ കൂടെ എന്തൊക്കെയോ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിക്കാണ്. പിന്നെ ബിയാനി വെച്ചനും കുക്കും കൂടെ ഡോക്ടറെ അടുത്ത് പോയിക്കാണ്. ഡോക്ടറല്ല, കുക്കുവിനെ കൊണ്ട് പിന്നെ പോയിക്കാണ്, മറ്റേ സ്പീച്ച് തെറാപ്പിക്കൊക്കെ വേണ്ടി പോയിക്കാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പല്ല് തേച്ചിട്ടില്ല, ഞാൻ പല്ല് തേക്കാൻ പോകുന്നേ ഉള്ളൂ. സന്തോഷം ഗൈസ്, സന്തോഷം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഇനി തൊട്ട് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. പല്ല് തേച്ചിട്ടില്ല, ഞാൻ പല്ലേക്കിട്ട് ഇവിടെ ഒന്ന് കറി വെച്ചിരിക്കുന്നതെന്ന് അറിയൂ. ക്യാബേജ് കറിയാണ്. ഇനി എന്തോ സ്പെഷ്യൽ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് എനിക്ക് കിട്ടിയ മുട്ടായി കുഞ്ഞാറ്റ ഓറിയോ ബിസ്ക്കറ്റ് തന്നു BTSന്റെ. പക്ഷെ അത് ഞാൻ പൊട്ടിച്ചില്ല. അത് ഞാൻ പൊട്ടിച്ച് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പൊ ഇവിടെ ആരും ഇല്ല, ഇന്നെ ഒറ്റയാക്കിയിട്ട് പോയി ഗൈസ്. ബർത്ത്ഡേ കുട്ടിയെ ഒറ്റയ്ക്കാക്കി പോയി. കൊള്ളാം. അപ്പൊ ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് കുളിക്കണം. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ചേട്ടൻ കേക്ക് വേണ്ടേ? ഇപ്പൊ വരാന്ന്. ഹലോ പറ, നിങ്ങളൊക്കെ ഒറ്റക്കിട്ടിട്ട് പോയി. അങ്ങോട്ട് പോയി എന്നെ കൊണ്ടുപോണ്ട്. ഇന്ന് ഇവിടത്തെ അമ്മ ഇത്ര കിട്ടിയുള്ളൂ ഗൈസ്. ഇന്നത്തെ സ്പെഷ്യലാണ് ഇതും എല്ലും കപ്പയും. നിങ്ങടിക്ക ഫുള്ള് എനിക്കാണ് അല്ലേ? എന്നെ കൊണ്ടുപോയിട്ട് എങ്ങോട്ടാ പോയേ? എല്ലും കപ്പയും വാങ്ങിയ എല്ലുകളും കപ്പകളും പിന്നെ അവളുടെ ദിവസല്ലേ, അപ്പൊ എല്ലുകളും കപ്പകളും തിന്നട്ടെ. ഹാപ്പി ബർത്ത്ഡേ മാളു. ഹാപ്പി ബർത്ത്ഡേ മാളു. ഹാപ്പി ബർത്ത്ഡേ മാളു. താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ മാളു. താങ്ക് യു. ആമി ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഉമ്മതാ. മമ്മയൊക്കെ പോയി. അതെടുക്ക്. ചപ്പന്റെ പല്ല് തേപ്പ് കഴിഞ്ഞു. പിന്നെ എന്റെ കുഞ്ഞാറ്റ് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, BTSന്റെ ഓറിയോ. ഗൈസ്, ഞാൻ കൊറേ ആഗ്രഹിച്ചതാണ്. എന്റെ കൊച്ചു എനിക്ക് വാങ്ങി തന്നു. കടിച്ചതില്ലേ ഗൈസ്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാട്ടോ.
എനിക്ക് സാധാരണ ഓറിയോ ഇഷ്ടല്ല, ചോക്ലേറ്റ് അല്ലേ. ഇത് കൊള്ളാം. കേക്ക് കൊറിയൻ സ്വീറ്റ് പാൻ കേക്ക് ഫ്ലേവർ ആണെന്ന് പറയുന്നത്. കൊറിയൻ പാൻ കേക്ക് ഫ്ലേവർ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ എല്ലും കപ്പ ഉണ്ടാക്കുവാണ്. കണ്ടോ, എള്ള് കപ്പ. ഞാനപ്പം പോയി കുളിക്കാൻ പോവാണ്. കുളിച്ച് റെഡി ആവണം. പപ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോവാൻ. പപ്പയുടെ കൂടെ പോവാണ് ഗൈസ്. സോ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, കഴിയില്ലേ? ഓക്കെ, സോ ഞാൻ പോവാണ് കുളിക്കാൻ. അങ്ങനെ ഗൈസ് ഞങ്ങള് കുളിച്ച് റെഡി ആയി. ഇതേ ആ കുഞ്ഞാറ്റിയും വരുന്നുണ്ട്. ഞാനും കുഞ്ഞാറ്റി കൂടിയാണ് പോകുന്നത്. പപ്പ വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. പപ്പ വന്നിട്ടുണ്ട്. ഫോൺ കണ്ടോ പുതിയ? ഹായ് ഹായ് വരാമി. ഹായ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. പറ ഹാപ്പി ബർത്ത്ഡേ. പറയ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും. കാറിലാണ് പപ്പ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഉച്ചയായിട്ടാ. അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടേക്കേലും പോകണം. എവിടെ പോകും എന്ന് ആലോചിക്കാണ്. കുഞ്ഞാച്ച ഹായ് പറയും. ഓർഡർ എടുക്കാൻ വരും. വരുമോ? കുഞ്ഞാനെന്തിനു പറഞ്ഞേ? ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ കുഞ്ഞാനെ പറഞ്ഞത്. ഞാനൊരു ഷവർമയും അപ്പ ഷവായും പറഞ്ഞു. അപ്പയുടെ ഷവായി വന്ന് അമ്മടി ഫ്രഞ്ച് ഫ്രൈസ്. ഇതിന്റെ ഫോട്ടോ ഗൈസ് എൻ്റെ ഇത് വന്നു. അങ്ങനെ ഗൈസ് നമ്മള് ഫുഡ് അയച്ചു. കുഞ്ഞാറ്റയുടെ പോക്കറ്റ് കാണിച്ചു കൊടുത്തേ. എണീറ്റേക്ക് നമുക്ക് ഗൈസ് പോക്കറ്റില് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് വെച്ചേക്കേ. കുഞ്ഞാറ്റ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് വന്നേക്കണേ. നിങ്ങൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പം പാപ്പ പറഞ്ഞ് ബീച്ചിൽ പോവാന്ന്. അപ്പൊ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കിനി ബീച്ചിലോട്ട് പോവാം. ഗൈസ് നമ്മുടെ മാമേനെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഹലോ പറയൂ. ആ ബീച്ചിന്റെ വഴിക്കോടെ വരുവാണ്. ഞങ്ങൾ നേരെ പോയായിരുന്നു. വേറെ വഴി പോയി ആദ്യം. പപ്പ തെറ്റിച്ചു. പപ്പക്ക് വഴി അറിയില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്ന്. അങ്ങനെ പറ നേരെയാ നേരെ നേരെ എടുത്തു. അങ്ങനെ പോകുമ്പോ അങ്ങനെ പക്ഷെ അതേതാ വഴി എനിക്കറിയില്ല. ഗൈസ് നമ്മൾ ബീച്ചിലെത്തി. ഗൈസ് വെയിലത്ത് ബീച്ചിൽ എന്താലേ വെയിലത്ത്. മുട്ടൻ വെയിലാണ്. ഓ വല്ലാത്ത വെയിലാണ്. സൺ കിസസ് അല്ല, സൺ സ്ലാപ്പാണ്. സൺ സ്ലാപ്പ്. ഐസ്ക്രീം കിട്ടി. പിന്നെ എന്താ റെഡ് വെൽവെറ്റ് ഉണ്ട്. എന്താ പേര്? റെഡ് വെൽവെറ്റ്. അപ്പൊ ഈ മാംഗോ ഇഷ്ടം? മാംഗോ ബാർ ഭയങ്കര ഉയരാ. പോയി തുടങ്ങി.
അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ പോവാണ്. നമുക്ക് വീട്ടിൽ പോകണം. നമ്മൾ ഐസ്ക്രീം തിന്ന് കഴിഞ്ഞത് അവിടെ തീർന്നിട്ടില്ല. സോ നമ്മൾ ഇനി വീട്ടിൽ പോകണം. എനിക്കാണെങ്കിൽ ഉറക്കമൊക്കെ വരുന്നു. വയ്യ എനിക്ക്. ഇന്നലെ ഞാൻ ഉറങ്ങിയത് 2 മണി 3 മണി ആയിട്ടൊക്കെയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ എണീക്കുകയും ചെയ്തു. ഉറക്കം വരുന്നുണ്ട് എനിക്ക്. എന്തേ നമ്മളങ്ങനെ വീടെത്തി. അപ്പൊ പപ്പ ബൈ. നമ്മൾ പപ്പയോട് ചാച്ച ബൈ ബൈ പറഞ്ഞ് പോകുകയാണ്. ചാച്ചാ ബൈ ബൈ. നമ്മൾ എപ്പോഴേലും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. See you. ബൈ. അമ്മ കാത്തു നിൽക്കുന്നു. ചന്ദ്രൻ ഹായ്. ഹലോ. എൻ്റെ കപ്പ ബിരിയാണി സൂപ്പർ ഗൈസ്. അപ്പോ എന്തുവാ ഇന്നലെ പുറത്തൊക്കെ വന്ന് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പം നമ്മൾ എന്ത് കഴിക്കാൻ പോവാണ്? ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. എൻ്റെ മമ്മ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കഴിക്കണ്ടേ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. സൂപ്പർ സൂപ്പർ. ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ പ്ലേറ്റിലൊക്കെ കഴിക്കാൻ ആഗ്രഹം വരും. അയ്യോ കുഞ്ഞി പെണ്ണേ. ആ ചൂട് ഇന്നലെ പുറത്തു പോയി വന്നാൽ ഭയങ്കര ക്ഷീണിക്കുന്നു. പോയിട്ടില്ല. കൊള്ളാം. ഞാൻ കാറ്റിസത്തിന് പോയിട്ടില്ല. അപ്പൊ ഇത്രയുള്ള ടാറ്റ.